പുറത്ത് കുറെ ആൾക്കാരുണ്ട്. ടൊവിയായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴുള്ള ബന്ധമില്ല. ടൊവിയുടെ പടം കണ്ടിട്ട് മെസ്സേജ് അയക്കുമ്പോൾ താങ്ക്സ് അളിയാന്നൊക്കെ പറയുന്നു. കല്യാണത്തിന് മുമ്പ് ഞാൻ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ടൊവി അതെ, ടൊവി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാലേ കല്യാണം വിളിക്കുന്നില്ല, ആരെയും വിളിക്കുന്നില്ല. അതെന്താ ഞാൻ പറയണ ഇങ്ങനെ വെരി ഗുഡ് സൂപ്പർ എല്ലാവിധ ആശംസകളും. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ലൈഫ് ജേർണി ഒക്കെ ആയിട്ട് വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വളരെ, കാരണം ആ സമയത്തുള്ളൊരു സൗഹൃദമായിട്ട് വളരെ പേഴ്സണൽ. അത് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവൻ വന്ന് കമന്റ് ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു മെക്സിക്കൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺഗ്രാജുലേഷൻ നോട്ട് ടൊവി അയച്ചത്. അതെന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിന് ഒരു 3 മിനിറ്റുള്ള ഒരു വലിയൊരു ഓഡിയോ നോട്ട് ആളിയാ നീ പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അവന്റെ നാട്ടിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഇതിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര അങ്ങനെ ടൊവി അങ്ങനത്തെ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ടൊവി പറയുന്നത് നമുക്ക് എപ്പോഴേലും ഭയങ്കര ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു ജംഗ്ഷൻ എന്റെ ലൈഫിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാവുമ്പോൾ എന്തായാലും ഞാൻ പരിഗണിക്കും. അങ്ങനെ ഒരാൾ പിന്നെ അത് ഞാൻ ടൊവിയുടെ എനിക്ക് എന്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിന്റെ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് എന്തായാലും തരും. അങ്ങനെ കാരണം അങ്ങനത്തെ സൗഹൃദമായിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് അതുണ്ടാവട്ടെ, അതെന്റെ പ്രതീക്ഷയാണ്. അത് അങ്ങനെ ഇരിക്കട്ടെ എന്നാണ്.